ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടാക്കി നോക്ക്, പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി, ഒരു പകുതി ക്യാരറ്റ്, പകുതി ക്യാപ്സിക്കം, അല്പം കാബേജ്, ഒരു പച്ചമുളക് നേർങ്ങനെ അരിഞ്ഞത്, ഇവയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മയണൈസും വേണ്ട, ഓയിലും വേണ്ട, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇതായി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉള്ളി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂണ് സോയ സോസും 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ അല്പം ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കിയെടുക്കാം. അതിനേക്കായിട്ട് ബട്ടറിലേക്ക് 1.5 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം കരിഞ്ഞു പോകാതെ നോക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ടുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫില്ലിങ് ചിക്കനും കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സമയം തന്നെ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുട്ട കൊണ്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ലാസ്റ്റ് മുട്ട ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. മുട്ടയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബണ്ണിലാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൊട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാപ്പിലോ ഒക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ബണ്ണിലായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ടോസ്റ്റ് ചെയ്താൽ. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ബട്ടറോ നെയ്യോ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബണ്ണ് കൂടി അതിലിട്ട് കൊടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും ആയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മയണൈസൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.